ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. ഞങ്ങൾ ഇന്ന് വടക്കാഞ്ചേരിക്ക് പോവാണ്. സാറ്റർഡേ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ച് ദിവസമായിട്ട് ഇടാറില്ല, എഡിറ്റ് ചെയ്യാനുള്ള മടിയൊക്കെ കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് സാറ്റർഡേ സൺഡേ വടക്കാഞ്ചേരി പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതിന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ സാറ്റർഡേ രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക് അത്രയും കുറയുമല്ലോ, അത് വെച്ച് നേരത്തെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ്. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്, ഒരുപാട് ടൈം ബ്ലോക്കിലൊക്കെ കിടക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും റെഡിയാക്കി ആയിട്ട് വന്നപ്പോഴത്തേക്കും ഈ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ നേരത്തെയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു, ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ലേറ്റായി. ഏകദേശം ഒരു 3.5 മണിക്കൂർ പിടിച്ചിട്ടാണ് വീട്ടിലെത്താൻ. പിന്നെ അവിടെ എത്തി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ലഞ്ച് കഴിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നത്തെ സാമ്പാർ, അവിയൽ, പിന്നെ ചിക്കൻ ഫ്രൈ, പപ്പടം, പിന്നെ ഇഞ്ചിക്കറി കേട്ടോ. ഇതൊക്കെയായിരുന്നു ലഞ്ചിന് സ്പെഷ്യലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ബിരിയാണീനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വെറും ചോറ്, അങ്ങനെ നാടനായിട്ടുള്ള കറികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും അവിയലും ഒക്കെ. പിന്നെ ഇഞ്ചിക്കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ കോൾഡൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വായക്ക് രുചിയില്ല, അങ്ങനെ തൊലി പോയിട്ടുണ്ട്. മുട്ട ബേബി സയാന ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു പാവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് അനിയത്തിക്ക് എൻ്റെ വാപ്പയുടെ സിസ്റ്റർ വാങ്ങിച്ചു കൊടുത്താണ്. അപ്പോൾ അത് ഷെൽഫിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അവന് കളിക്കാൻ വേണ്ടി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ബേബിനെ ഉറക്കുന്നതും അതിൻ്റെ കൂടെ കളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്രൂട്ട് സാലഡ് കഴിക്കാം. ഹലോ 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 ബേബി, അത് വേറെ എവിടെ? അതിനാ അങ്ങനെ എടുത്തേക്കണേ? ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ജിപ്സി. പിന്നെ ഹസ്ബൻഡും കൊച്ചും കൂടി വന്നതാണ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ജെംസ് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടോ എനിക്ക് വേണ്ടി ജെംസ് ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പനഞ്ചക്കര പനഞ്ചക്കരയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കോൾഡിനും തൊണ്ടയുടെ അസ്വസ്ഥതയൊക്കെ കുറച്ച് മാറിക്കിട്ടുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചു നോക്കിയതാണ്. ശരിക്കും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു തൊണ്ടയ്ക്കൊക്കെ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ശരിയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ തൊണ്ട. പിന്നെ ഞങ്ങൾ ദാദിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വടക്കാഞ്ചേരി ടൗണിലേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ബോച്ചയുടെ ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിൽ സിൽവറൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ എന്താ ചായപ്പൊടി, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ളൊരു ഫാൻസി സ്റ്റോറിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഒരു ബോ സോയ് ബേബി വാങ്ങിച്ചതാണ്. അപ്പോൾ സയനോടെ ടോയ് കണ്ടിട്ട് ടോയ് വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ.
ഒരു ടോയ് ഉണ്ടല്ലോ, ഇത് ഞാൻ മലേഷ്യയിൽ പോയെന്ന ടൈമിൽ വാങ്ങിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഒരു തവണ മലേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. 2015 16 എന്താണ് ആ ഒരു ടൈമിൽ വാങ്ങിച്ചൊരു ടോയാണ് ഇപ്പോൾ സയാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ ടോയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരും സൂക്ഷിച്ച് വെക്കുന്ന ഒരു ടൈപ്പാണ്. സയാൻ അത് ബോളാന്ന് പറഞ്ഞിട്ടാണ് താഴെയിട്ട് കളിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് പൊറോട്ട, ബീഫ് കറി, പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഡിന്നറൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സൺഡേ രാവിലെയാണ്. അപ്പോൾ അന്ന് ഹസ്ബൻഡ് ന്യൂസ് പേപ്പർ വായിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയും പപ്പടമാണ്. ഞങ്ങൾ സാറ്റർഡേ രാവിലെ നാസ്തക്ക് എത്തുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നാസ്ത കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അന്ന് നാസ്ത വേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കി തന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൺഡേ പുട്ടുണ്ടാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ നാസ്തയൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞങ്ങളിതാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ വാട്ടർഫോൾസിലേ പോണേ. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ പോകുന്ന വഴിക്കൊരു സ്മാർട്ട് ബസാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടെ കയറിയതാണ്. ഇവിടെ കയറിയതിന് ശേഷം പിന്നെ വാട്ടർഫോൾസിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വാട്ടർഫോൾസിൽ പോയിട്ട് പിന്നെ നനഞ്ഞിട്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വാട്ടർഫോൾസിൽ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കാട്ടിലിട്ടു. അപ്പോൾ സയാൻ കിൻഡർ ജോയ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിൻഡർ ജോയ് കയ്യിലെടുത്ത് പിടിച്ചതിന് ശേഷം ഇവിടെ വേറെ ടൈപ്പ് പെപ്സി ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ കാണിച്ചു തരായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ സെക്ഷൻ സെക്കൻഡ് ഫ്ലോറിലാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വന്നതാണ്. പിന്നെ ഞാൻ ഒരു പാനും പിന്നെ ഒരു ചെറിയ പോട്ടും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മയ്ക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ പാത്രങ്ങൾ എല്ലാ സെക്ഷനിലും ഇങ്ങനെ ജസ്റ്റ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ വെറൈറ്റി പാത്രങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെവിടെ പോയാലും ഞാൻ നോക്കാറുണ്ട്. മറ്റേതാ ഇവിടെ വെറൈറ്റി മഗ്ഗൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോൾട്ടും പെപ്പറും ഇടൂലേ, അത് ഒരെണ്ണം ഹസ്ബൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നോക്കുമ്പോഴത്തേക്കും 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്. അവിടെ സയാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈമിൽ സയാൻ അവിടെ പിള്ളേരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ മെനു നോക്കിയപ്പോഴത്തേക്കും അവിടെ മലേഷ്യൻ ഫ്രൈഡ് റൈസ് കണ്ടിട്ടോ മെനുവിൽ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ അത് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ നോർമൽ അൽഫാം, മന്തി അതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മലേഷ്യൻ ഫ്രൈഡ് റൈസ് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചധികം ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എഗ്ഗ് മുകളിൽ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ടേസ്റ്റൊന്നുമല്ല, ഒരു നോർമൽ ടേസ്റ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ വാപ്പ പിന്നെ മീൽസാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ഞാനും ഹസ്ബൻഡൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മെനുവൊക്കെ നോക്കും കേട്ടോ വലിയ കാര്യത്തിൽ. പക്ഷേ ലാസ്റ്റ് ഓർഡർ ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അത് മിക്കപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കാറ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഞങ്ങളിതാ പോകുന്നത് വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പോകുന്നത് തൂമാനം വാട്ടർഫോൾസിലായിരുന്നു. അപ്പോൾ ഇതിന് മുൻപത്തെ തവണ വടക്കാഞ്ചേരി വന്നപ്പോൾ ഞങ്ങൾ വട്ടായ വാട്ടർഫോൾസിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജോയ് ബേബീനെ ഉമ്മയുടെ അടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും കുറേ വണ്ടികളൊക്കെ ഉണ്ട്, നല്ല തിരക്കാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വാട്ടർഫോൾസിന് അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉമ്മയും വാപ്പയും വന്നില്ല. ജോയ് ബേബിനെ എടുത്തിട്ട് അവർ മുകളിൽ തന്നെ ഇരിക്കണമായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിയിട്ട് എന്താണ് വ്യൂ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കയറിയതാണ്. അങ്ങനെ ഞാനും ഹസ്ബൻഡും അനിയനും സയാനും കൂടിയിട്ടാണ് താഴെ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുന്നത് കേട്ടോ.
ഇങ്ങനെ കുറച്ച് അങ്ങനെ കുത്തനെ ഒരു ഇറക്കമാണ് അവിടെ ഇറങ്ങിയിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീബീനെ കൊണ്ട് ഇറങ്ങുന്നത് ഭയങ്കര പാടല്ലേ. അപ്പോൾ കുറച്ച് മഴ പെയ്തതുകൊണ്ട് തന്നെ കല്ലൊക്കെ ഇങ്ങനെ സ്ലിപ്പാവുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇറങ്ങി. सुंडू सुंडू पानी में जाना കപ്പലണ്ടി തേങ്ങ ചേട്ടൻ കപ്പലണ്ടി അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിൽ നിന്ന് കയറി വന്നപ്പോഴത്തേക്കും സോയിനെ എടുത്തുകൊണ്ട് ഉമ്മക്ക് ഇരിക്കാൻ ചെയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ കപ്പലണ്ടി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ നിന്ന് കുറച്ച് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കപ്പലണ്ടിയൊക്കെ കഴിച്ച് അപ്പൂപ്പൻ ജായനായിട്ട് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാറിൽ കയറി. ഇപ്പം കണ്ടത് അനിയൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ആകാശ്. അപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പം ഞാൻ അവനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഞാൻ 5th മുതൽ 7th വരെ പഠിച്ച സ്കൂളാണ് കേട്ടോ. വാപ്പയും ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഞാനും അനിയത്തിയും ഇവിടെ തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സയാനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ ജയൻ ജയൻ എവിടെ പോവാ? കുളത്തിലാ? ജയൻ വാട്ടർഫോൾസിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിൽ കളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ കുളത്തിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. Zayan, no. Come on.
കേറിയിട്ട് അവനെ മോള് വെച്ച സെർച്ച് ചെയ്യാൻ എന്റെ മുഖത്ത് ചങ്ങല കെട്ടിയിട്ടുണ്ട് പുറകെ. കുളത്തിൽ വെള്ളത്തിൽ കളിച്ച് മതിയായില്ല, കുറച്ചേരം കൂടി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ജയൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം, എത്ര നേരം കളിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ ആനയുണ്ട് കുളത്തിൽ നിന്ന് പോകുന്ന വഴിക്ക്. അപ്പോൾ അത് കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റിയതിട്ടാ. ഹലോ ഹലോ, എറിയരുത്, നോ. വരൂല, അന്ന് വന്നിട്ട് എറിഞ്ഞു കാണിക്കാനാണ്. No entry. No entry. Money. Toll കൊടുക്ക്, toll. Money. Edo Zoe Manis. Oh, no entry. No entry. Zoe Manis. ഷട്ടർ പൊക്കെ. പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കവിത ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ് അമ്മൂമ്മനെ ജോയ് ബീബിനെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം സംസാരിച്ച് നിന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ തിരിച്ചിനി സൺഡേ ഈവനിങ് എറണാകുളത്തേക്ക് പോവാണ് കേട്ടോ. ഏത് വീട്ട്? എറണാകുളത്ത് പോവാണോ? മുത്തുമാമ വരോ? നമുക്ക് പോരോ കേട്ടാ. എന്നിട്ട് പോകുന്ന വഴിക്ക് ആര്യാസിന് ഡിന്നർ കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഒരു കാറിൽ പാമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാമ്പ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ബോണറ്റ് തുറന്ന് വെച്ചേക്കായിരുന്നു കേട്ടോ. അതുകഴിഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പാമ്പൊക്കെ ഇറങ്ങിപ്പോയി. പാമ്പ് ഇറങ്ങിയിട്ട് ആ ഒരു ചെറിയൊരു ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ കാറെടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.